അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു സജ്ദയുടെ ആശയ സംഗ്രഹമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരെ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തു സജ്ദ 32-ാമത്തെ അധ്യായമാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ 3 അടിസ്ഥാന തൂണുകളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഗതിയാണ് സൂറത്തു സജ്ദയിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. ഒന്ന്, സത്യം, അതായത് ഹഖ് ഇതാണ് എന്നതും. രണ്ടാമത്തേത് സൃഷ്ടിയാണ് എന്നതും. മൂന്നാമത്തേത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളാണ് എന്ന ഈ 3 കാര്യങ്ങൾ. ഇതിനെയാണ് സമർത്ഥമായി സൂറത്തു സജ്ദ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തരുന്നത്. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ മനുഷ്യൻ്റെ സംശയങ്ങളെ, ആളുകളുടെ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് സത്യമാണ്, വാസ്തവമാണ് എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ആദ്യം. ഹാമീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. എൻ്റെ അർത്ഥം എന്താ? സംശയമില്ലാത്ത വേദഗ്രന്ഥമാണിത്, അള്ളാഹുവിൽ നിന്ന്, ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണമാണിത് എന്നാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ അലംഘനീയമായ സന്ദേശമാണ്, പ്രപഞ്ചത്തിലെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ പറഞ്ഞതിനു ശേഷം അള്ളാഹു മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഇത് ദൈവീകമായ ഗ്രന്ഥമാണ്, ഇത് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടിയ സാധനങ്ങളോ ഉണ്ടാക്കിയതോ അല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവതീർണമായ സംഗതിയാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് നീ മനസ്സിലാക്കിയാൽ പിന്നെ നീ ചെയ്യേണ്ടത് നിന്നെ തന്നെ ആലോചിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കാനാണ്. ആരായിരുന്നു നാം? എന്തായി തീർന്നു? എങ്ങനെയാണ് നമുക്ക് കേൾവിയും കാഴ്ചയും ഒക്കെ ഉണ്ടായത് എന്ന ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ നന്നായി ചോദിക്കുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തെയും വിവരിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നത് ഇങ്ങനെയാണ്: وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. നാം അവക്ക് ആത്മാവിനെ ഊതുകയും അതിന് ജീവൻ നിലനിർത്തുകയും ചെയ്തു, കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം കൊടുത്തു. പക്ഷേ കാര്യമില്ല, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്ദി കാണിക്കുക എന്നത് അടിമകളായ നമ്മൾ അള്ളാഹുവിന് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. നന്ദി കുറഞ്ഞവരായി നാം മാറിയിട്ടുണ്ടോ? എത്രയും സൗകര്യങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇത്രയും സൗകര്യം തന്നവനെ നമുക്ക് എങ്ങനെയാണ് വിസ്മരിക്കാനാവുക? ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉത്ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴ്മയിലേക്ക്, ഹൃദയത്തെ താഴ്മയിലേക്ക്, വിനയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്നെത്തും, വിനയാന്വിതനായി നിൽക്കും. അങ്ങനെയാകുമ്പോൾ അഹങ്കാരവും ധിക്കാരവും അനാവശ്യമായ ചിന്തകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അതില്ലാതെയാകും. അങ്ങനെ ഒരു മനുഷ്യൻ പൂർണ്ണനായ വിജയിയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത 3-ാമത്തെ ഭാഗമാണ് നമ്മുടെ മടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. മടക്കമെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ, അള്ളാഹു സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പിന്നീട് പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നിങ്ങളിലേക്കാണ്, സൃഷ്ടികളായ നിങ്ങളിലേക്കാണ്. ഇത് മനുഷ്യരെയോടാണ് സംസാരിക്കുന്നത്.
എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുണ്ട്. ആ മടക്ക സ്ഥാനത്തേക്ക് കൂടി അള്ളാഹു വീണ്ടും വീണ്ടും നമ്മളെ ഉത്ബോധനം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ 3-ാം ഭാഗത്തേക്ക് കടക്കുന്നത്. അതായത് മടക്കം. ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വക്കില ബികും തുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളെ മലക്കുൽ മൗത്ത് വന്ന് മരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടേണ്ടവരുടെ ഇടയിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അവിടെ വെച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കും, ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ സർവ്വസാധനങ്ങളെക്കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് മനുഷ്യ, നീ വിനയാന്വിതനായി നിൽക്കണം. നിന്നിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. നിന്നിൽ അനാവശ്യമായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന വാക്കുകളോ സംസാരങ്ങളോ നോട്ടങ്ങളോ ഉണ്ടാവാൻ പാടില്ല. നീ പൂർണ്ണനായും വിനയാന്വിതനാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായൊരു ഭാഗമുണ്ട്. വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്ന സജദയുടെ വചനമാണത്. ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി തരുന്നുണ്ട്. ഇന്നമാ യുഅ്മിനു ബിആയാതിനാ അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നമ്മളിൽ വിശ്വസിക്കുന്നവർ, ഈമാനുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കേൾക്കുമ്പോൾ ഖറൂ സുജ്ജദൻ, അവർ വിനയാന്വിതരായി സുജൂദിലായി വീണുപോകും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ ഒരിക്കലും അഹങ്കാരം നടിക്കുന്നവരല്ല. ഇങ്ങനെ പൂർണ്ണമായും നമ്മൾ അഹങ്കാരം വെടിഞ്ഞ സമ്പൂർണമായ കീഴ്പ്പെടലിലേക്ക് എത്തുമ്പോഴാണ് വിശ്വാസി യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സജദ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സുജൂദ് എന്ന് പറഞ്ഞാൽ താഴുകയാണ്, കീഴ്പ്പെടുകയാണ്, പടച്ച റബ്ബിലേക്ക് കീഴ്പ്പെടുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടലാണ് സൂറത്ത് സജദയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിൻ്റെ ആശയ സംഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ആയാൽ എന്താണ് ലഭിക്കുന്നത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂറത്ത് സജദയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. അതെന്താ പറഞ്ഞത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനുള്ള ഫലമായി, അവർ സുജൂദ് ചെയ്തതിൻ്റെ ഫലമായി, അവർ ഇബാദത്തുകൾ ചെയ്തതിൻ്റെ ഫലമായി കൺകുളിർമ നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് അള്ളാഹു രഹസ്യമായി ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ താഴ്മയുള്ളവരാവുക, വിനയാന്വിതരാവുക, എങ്കിൽ അള്ളാഹു നമ്മളെ ഉയർത്തും. നമ്മൾ ആരെയും അഹങ്കാരത്തിൻ്റെ കണ്ണുകളോടെ കാണുകയോ അധിക്ഷേപത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക. സംസാരത്തിൽ നൈർമല്യം ആവശ്യമാണ്. സംസാരത്തിൽ മറ്റുള്ളവനെ ഇകഴ്ത്തുന്നതോ കുത്തുവാക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല. സംസാരം നൈർമല്യമുള്ളതുപോലെ നമ്മുടെ നോട്ടവും നമ്മുടെ ഇടപെടലുകളും ഒരാൾക്ക് പ്രയാസമുള്ളതാവാതിരിക്കുക, അല്ലാഹുവിൽ പൂർണ്ണമായി ലയിച്ചു ചേരുക എന്നതാണ് സൂറത്തു സജദയുടെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത്. അഹങ്കാരമില്ലാത്ത വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.